ആരവിടെ? ആജ്ഞ. ആരവിടെ? അതിന്റെ മൊത്തം പണിയാ. ആരവിടെ? ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ഓണം. നല്ലൊരു ദിവസമായിട്ട് പുറത്ത് എനിക്ക് തോന്നുന്നു ഈ സമയത്ത് എല്ലാവരും പുറത്തായിരിക്കും, എല്ലാവരും ആഘോഷിക്കുന്നുണ്ടാവും. പക്ഷെ ചില പറയന്മാര് ഇങ്ങനെ ഇരുന്ന് ലൈവ് കാണുന്നുണ്ടാവും, ചില ആൾക്കാർ. കാരണം ഓണത്തിന്റെ ദിവസമായിട്ട് ഈ സമയത്ത് ലൈവ് കാണണമെങ്കിൽ ഇത്ര ആൾക്കാരുണ്ട്. അതാണ് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുമ്പോൾ ബാന്നാക്കിയത്. കാരണം അത്രയും ഉള്ളിലിരിക്കുന്ന ആൾക്കാർ മാത്രമേ ഈ സമയത്ത് ഈ ലൈവ് കാണുന്നുണ്ടാവും. ഓണത്തിന്റെ ദിവസം രാത്രി ഈ സമയത്ത് ലൈവ് കാണണമെങ്കിൽ അത്രയും അങ്ങനത്തെ അവന്മാരായിരിക്കും, അല്ലേ? ആണോ അല്ലയോ? നിക്ക് വേറെ ആൾക്കാർ വരാണ്ട്. ആരവിടെ? പ്രഭുവിന്റെ ആജ്ഞ. ആരവിടെ? മൈരന്മാർ വരുന്നില്ല. എടാ ഒരു മിനിറ്റ് ഇപ്പൊ വരും. എടാ എന്റെ കോസ്റ്റ്യൂം എങ്ങനെ? റേറ്റ്. എടാ ഞാന് നോ ദേവലോകത്തിന്റെ രാജാവ് ഇന്ദ്രൻ. മാവേലി വേറെ ആളുണ്ട്, മാവേലി വരും. എടാ എന്റെ കോസ്റ്റ്യൂം റേറ്റ് 1 to 10 എങ്ങനെയുണ്ട്? പറ. ആജ്ഞ. സകല ദേവലോകത്തെയും രാജാവ്, ഒരേ ഒരു രാജാവ്, ഇന്ദ്രൻസ് അല്ല ദേവേന്ദ്രൻ. പറ 10 റേറ്റ്. നമുക്ക് എല്ലാ കോസ്റ്റ്യൂമും ചേരുമല്ലേ? 10 ആരെങ്കിലും 10 ഇടുന്നുണ്ടല്ലോ. താങ്ക് യു. എടാ മാവേലി ഇപ്പൊ വരും. വെയിറ്റ് ആക്കും. മാവേലിനെ ആരെവിടെ പറഞ്ഞ വരാനാന്ന് കള്ളക്കളവനെ ഞാൻ ആക്കിയത്. ആരെവിടെ പറഞ്ഞപ്പോ വന്നിട്ടില്ല, എനിക്ക് അറിയില്ല എന്താന്ന്. 9 ഇതെന്താ 9 കൂടുതൽ റേറ്റിങ്? 9 വേണ്ട, 8 അല്ലെങ്കിൽ 10 ഇട്ടാ മതി. നിങ്ങളെന്തിനാ 9 ഇടുന്നത്? അവിടെ W കോസ്റ്റ്യൂമാണിത്. ഓക്കെ, ദേവേന്ദ്രനാ, ശരിയായ ദേവേന്ദ്രൻ നേരിട്ട് ഇറങ്ങി വന്ന പോലെ എന്ന് എനിക്ക് തോന്നി. എനക്ക് കണ്ണാടി നോക്കിയപ്പോ എനിക്ക് അങ്ങനെ തോന്നി. ഓറ വന്ന് ലേറ്റ്, എല്ലാ പ്രാവശ്യത്തെ പോലെ ലേറ്റ് ആയിട്ട് മാവേലി വന്നിട്ടുണ്ട്. രാജൻ ഇങ്ങോട്ട് വന്നാലും ഓക്കെ. മാവേലി എടാ മാവേലിന്റെ ഇന്റർവ്യൂ മ്യൂസിക് എന്താ? മാവേലി മ്യൂസിക്. അർജുൻ ടിപി ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഇത് താഴെ കിടന്ന മണി കാണുന്നു. ഒന്നും മറന്നു വരും. ഓക്കെ, അച്ഛൻ്റെ കോസ്റ്റ്യൂം റേറ്റ് അല്ല, സോറി മാവേലി രാജന്റെ കോസ്റ്റ്യൂം റേറ്റ്. ഞാനാണോ അച്ചായനാണോ? ആരാ ജയിച്ചത്? അച്ചായന്റെ റേറ്റ് 1 to 10. കമോൺ നോട്ടാ. -. മഹാബലി ഈ രാജ്യത്തെ രാജാവാണ് മഹാബലി. മഹാബലിക്ക് എത്രയാണ് ഇട്ടേക്കണ റേറ്റിംഗ്? അതാ 9 കൂടുതൽ ആൾക്കാരും പറയുന്നത്. അത് നീ എനിക്ക് 10 ആയിരിക്കും. എടാ ഓക്കെ എന്നാ റേറ്റിംഗ് കൂടെ. ഞാനല്ല, ഇന്ദ്രനാണോ മാവേലിയാണോ? ആരാ ജയിച്ച? പറ നോക്കട്ടെ. ആരാ ജയിച്ച? ആരവിടെ? ആജ്ഞ. അടിയൻ തമ്പുരൻ ആജ്ഞാപിച്ചാലും അടിയന്റെ കാല് കഴുകി വെള്ളം കുടിച്ചാലും അത് കുറച്ച് കഴിയും. മാവേലി ഓക്കെ. ആരാ ജയിച്ച? പറ. തെറി വിളിച്ചിട്ട് ഉമ്മാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഓണമായിട്ട് ഇവനൊന്ന് പുറത്തു പോലും പോകാണ്ട് ഇവ ഇരുന്ന് ലൈവ് കാണുന്നുണ്ടെങ്കിൽ നീ ആലോചിച്ചേക്ക്. ഓണത്തിന്റെ ദിവസം രാത്രി 10 മണിക്കാണ് ഞാൻ ലൈവ് ചെയ്യും. ആ സമയത്ത് വീട്ടിലിരുന്ന് ലൈവ് കാണണമെങ്കിൽ ഇങ്ങത്തോനെ ഉണ്ടാവും. എടാ മാവേലി ജയിച്ചു എല്ലാവരും മാവേലി പറയുന്നു. എടാ എന്നാ മുത്തേ ശരിയായ അടുത്ത ആള് വരുന്നുണ്ട്. അടുത്ത ആള് വരുമ്പോ നിങ്ങൾ അഭിപ്രായം മാറ്റി. അവിടെ എന്നാലും അവിടെ എല്ലാരും മാവേലി ജയിച്ചു. ഇന്ദ്രൻസ് ജയിച്ചില്ല. ഇന്ദ്രൻസ് അല്ല, ഇന്ദ്രൻ.
ദേവദേവകളുടെ മഹാരാജാവായ ഇന്ദ്രന് തന്റെ വലിപ്പത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ പിന്നെ എന്താണ്? ആരവിടെ വാമനൻ? ഇങ്ങോട്ടേക്ക് വരുമോ? വാമന്റെ മ്യൂസിക് നിക്ക്, സമാധാനപ്പെടും. രാജൻ, മഹാബലി രാജൻ അങ്ങ് ശാന്തനായി പെരുമാറും. ഇല്ല നിക്ക്. വാമനന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറ. ചാറ്റ് പറ. Arshad Kachu donated 40 രൂപ through Google Pay. 2 കണ്ണുകളിലും കണക്കാണ് മമ്മ വെയിറ്റിംഗ്. അങ്ങനെയാണെങ്കിൽ മമ്മൂനെ കൊണ്ടുവരുന്നില്ല. ഡബ്ല്യു പറഞ്ഞിട്ട് ഞാൻ മമ്മൂനെ കൊണ്ടുവരുന്നുള്ളൂ. അല്ല, നമ്മ 2 പിള്ളേരുള്ളൂ. എവിടെയാണോ നീ കണ്ടത്? എടാ മുത്തേ, ഇത്രയും കഷ്ടപ്പെട്ട് ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഡബ്ല്യു ഇടാണ്ട് ഡബ്ല്യു ഇടാണ്ട് ഈ സ്ട്രീം മുന്നോട്ട് പോരാ. ഡബ്ല്യു ഓണായിട്ട് അവിടെ 100 പാർട്ടി അവിടെ ഉണ്ടായിട്ട് ഞാൻ ഒരു പാർട്ടിക്ക് പോവാണ്ട് ഇവിടെ കോസ്റ്റ്യൂം ഇട്ടിട്ട് നമുക്ക് ഇതേ വയസ്സിൽ പാർട്ടിക്ക് പോവാം. അത് സീനായിരിക്കും. ഡബ്ല്യു ഇട്ടിട്ട് ഈ സ്ട്രീം മുന്നോട്ടേക്ക് പോകും. ഓക്കെ, വാമനൻ ഓക്കെ. വാമനൻ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാ വരുന്നത്. ഓക്കെ, ഓണം മ്യൂസിക്. ഓക്കെ. വാമനൻ ഇങ്ങോട്ട് വരൂ. വാമനൻ വളി വിടുന്നു. കാര്യം വാമനനെ സൂക്ഷിക്കണം. അടുത്ത് വന്ന് കുഞ്ഞു നിൽക്കുമ്പോൾ നോക്കണം. വാമനൻ വള്ളി ഇടുന്നൊരു വാമനാണത്. ഇവ സീനാണ്. ഇവ എപ്പാ എങ്ങനെ ഇടാന്ന് പറയാൻ പറ്റൂല. മണ്ണെടുത്ത് അവന്റെ കുണ്ടി കയറ്റി വെക്കേണ്ടി വരും. എല്ലാം ഇടക്കിടക്കേ വളി ഇടും. ഓണാണ്. പൊട്ടൻ എന്തിനാണ് ഞാൻ വാമനൻ നട്ട് കൊണ്ടുവന്ന്? ഒരാളും കൂടി ഉണ്ട്. ലേറ്റ് എൻട്രി ആയിരിക്കും. ഒരാളും കൂടി ഉണ്ട്. ആരായിരിക്കും? ചാറ്റ് ഗസ് ഒരാളും കൂടി ഉണ്ട്. നമ്മളെ ഗ്യാങ്ങിലുള്ള ആൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഗസ് ചെയ്യൂല. ഏതാ ക്യാരക്ടർ ഇട്ട് ഏത് കോസ്റ്റ്യൂമാന്ന് നിങ്ങൾ ഗസ് ചെയ്യൂല. നിങ്ങൾ ഒരിക്കലും ഗസ് ചെയ്യൂല. ഗസ് നോക്കട്ടെ ഗസ്. ലീക്കായിന്നാ? എന്ത് ലീക്കായിന്ന്? എടാ നീ മര്യാദക്കെല്ലാം ഇട്ടിനാടാ. ലീക്കായിരാന്ന് നോക്കാൻ പറ്റില്ല. ലൈവിലാ ലീക്കായിരാ നോക്കല. അപ്പം പുറത്തായാലും എന്ത് ചെയ്യും? നീ എന്തിനാടാ ഇതെല്ലാം ഇട്ടിട്ട് വന്നത്? എനിക്ക് മര്യാദക്ക് എന്തെങ്കിലും ഇതിട്ടാ പോരെ? തുണി മാടിക്കുട്ട്. നീ ഒരു തുണി എടുത്തിട്ട് അത് മാടിക്കുത്തിങ്ങനെ നെറ്റില് തപ്പിക്കൊണ്ടിരിക്കുന്നു വാമനന്റെ കോസ്റ്റ്യൂം. ഇതൊന്നും കണ്ടിട്ട് ആരും സിനിമയിൽ വിളിക്കൂലാട്ടാ. നിന്റെ അങ്ങനെ ലീക്കായതിനെ നീ ജയിലില്ല. ആരാ? സായിപ്പല്ല. മാക്ക് നോ. നോ. ജിൻഡോ നോ. നിങ്ങൾ പറയുന്ന ആൾക്കാർ ആരുമല്ല. ലേഡിയാണോ? അല്ല. നോ. മുനല്ല. അടാ ഇവർക്ക് ആരും ഗസ് ചെയ്യാൻ പറ്റത്തില്ല. ആരെവിടെ? വാമനൻ ചിരിക്കാൻ പാടില്ല.
സോറി മഹാരാജ. സോറിയാ? എടാ മാമനെ സോറി ഒന്നും പറയാറില്ല. ക്ഷമിച്ചാലും മഹാരാജൻ. ക്ഷമിച്ചാലും അടിയനോട് ക്ഷമിച്ചാലും പറ. മഹാരാജാവേ ഇതെന്തിനാ സൗണ്ട്? സോഡാ ബോട്ടിൽ ഒഴുകിയോ? അമ്മി ആ ഓക്കെ 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 ഓക്കെ. വരുന്ന ആള് കുറച്ച് ഡേഞ്ചർ ആണ്, നോക്കിയും കണ്ടിരിക്കാം. മാമന മിക്കവാറും നിന്നെ കൊണ്ടുപോവാ. മര്യാദക്ക് സമാധാനത്തിലൊന്നും വേണം, മനസ്സിലാവും. ഇതെന്താ? അയ്യേ എന്താണ് എന്താണ് ദേവലോകത്ത് അങ്ങേക്ക് താല്പര്യം എന്താണ്? എടാ ഇവ ശരിക്കും തോണ്ടിയായിരുന്നു. അച്ഛാ എന്നാ നിങ്ങൾക്കൊന്നും തന്നെ രക്ഷിച്ചൂടെ? മഹാബലിയാണ് ആള് മാറിയത് വർത്തനം പറഞ്ഞത് കേട്ടല്ലോ. സോറി ആ മണം കാരണം. മണക്കാരൻ ക്യാരക്ടർ കിട്ടും പൊട്ടാൻ. പാട്ടോട്ടെ ദേവലോകം ഉൾപ്പെടെ കിടക്കണ രീതിക്ക് ഏതോ മാറിപ്പോയി. സോറി കാല, സോറി. ഞാൻ കാലിൽ സെർച്ച് ചെയ്ത പക്ഷെ ഏതോ പാട്ടാ വന്നത്. സോറി. ഇതേത് കാലിന്റെ ഇടയിലെ കാലൻ? എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാരും ഹാപ്പി ആയിട്ട് പൊളിയായിട്ട് ഇരിക്കുക. നിങ്ങൾ ഈ സമയത്ത് ഓണായിട്ട് പുറത്തു പോയില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സങ്കടത്തിലായിരിക്കും. മൊത്തം ഒരു സങ്കടവും വരില്ല. മാമനോട് ഒരു ബ്രാ ഇട്ടിട്ട് വരാൻ പറയുന്നുണ്ട്. ധാരാ പറഞ്ഞത് എനക്കറിയാം, ഞാൻ പറഞ്ഞ സജുവാ പറഞ്ഞത്. സജു പറയുന്നത് മാമനോട് ഒരു ബ്രാ ഇട്ടിട്ട് വരാനാ പറയും. കാലിന് ഇത് പുരസ്കാരം ഉണ്ട്. പുരസ്കാരം കാലിന് തൊപ്പിയൊരു ഇതെന്താ കണ്ണടയല്ലോ? കാലൻ കണ്ണട വെച്ചിട്ട് കാലം വന്നിന്. കാലഘട്ടം മാറിയില്ല മക്കളെ, തലമുറക്കനുസരിച്ച് കാലന്മാര് മാറണ്ടായോ? എങ്ങനെ വന്നേ? നമ്മളെ പണ്ടത്തെ ഇതെന്ന് വെച്ചാൽ നമ്മള് പോത്തിന്റെ പുറത്തൊക്കെ ആയിരുന്നു നമ്മളെ യാത്ര. ഇപ്പൊ മാറി. ഇപ്പൊ നമ്മള് ബുള്ളറ്റ്. ഇയാൾക്ക് മാറ്റമൊന്നുമില്ലല്ലോ. ഇയാളങ്ങ് താഴെ ഇപ്പൊ KGF ആണോ അടിയിൽ സൃഷ്ടിച്ചു വെച്ചേക്കുന്നേ? ഓക്കെ ഗായ്സ്, സോ എനിക്ക് കാലം അദ്ദേഹം ഇരുന്നാട്ടെ. എന്താണ് വിശേഷങ്ങൾ? എന്തെല്ലാം അവസാനം കാലപുരിയിലേക്ക് പോയതിനു ശേഷം എന്തെല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾ? അവിടെ ഒരുപാട് ഇരുന്നോളൂ മാമന്. ഇവനങ്ങ് മാറ്റം വന്നു പോയല്ലോ. ഇവൻ അന്ന് അങ്ങനെ അല്ലായിരുന്നല്ലോ. മാമനന്റെ അകിട് കറക്റ്റ് കൊണ്ടുപോകും. മിക്കവാറും കാലൻ മാമനെയും കൊണ്ടേ പോകും. മിക്കവാറും എടുത്ത് പോകും. നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞത് ഈ 3 അടി മണ്ണ് മേടിച്ച കേസ് ഞാൻ വേണമെങ്കിൽ പിൻവലിക്കാം. അതുകൂടെ അത് പിന്നെ ഓക്കെ ഓക്കെ ഗൈസ്. ഓണായിട്ട് എന്താ വേണ്ട? എന്താ പരിപാടി? പറ. ഓണത്തിന്റെ പരിപാടികൾ എങ്ങനെയാണ്? ഓണം സാധാരണ ആൾക്കാർ ദിവസമായതുകൊണ്ട് തന്നെ എല്ലാരും അധിക നേരം നമ്മൾ ബുദ്ധിമുട്ടിക്കത്തില്ല. എന്നിട്ടും ഈ ഒരു ലൈവിൽ ഈ ഒരു സമയത്ത് വന്ന നിങ്ങളെ എന്താ അല്ല, ഈ സമയത്ത് ഈ ലൈവിൽ വന്ന കാലന് 100% ആക്ച്വലി ഞാൻ ആക്ച്വലി ഭയങ്കര തിരക്കുള്ള ഒരാളാണ്. കാരണം ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് ഒരുപാട് റിപ്പോർട്ടുണ്ട് മരണത്തിന്റെ. കാരണം കുറെ എണ്ണം കയറിപ്പോയി തൊലഞ്ഞിട്ടുണ്ട് ഈ ഒരു ദിവസം ആഘോഷത്തിന്റെ അർമാദത്തില്. അപ്പം ആഘോഷത്തിന്റെ ആ ഒരു അർമാദത്തിൽ എല്ലാവരും അതല്ല, അത് നമ്മൾ അവിടെ കണക്കെടുക്കുന്ന പയ്യനാണ്. അവൻ ഓണത്തിന്റെ ലീവ് അവനെ ഇപ്പൊ ഈ ആൾക്കാർ ഇവനാരോ ഇവിടെ പിടിച്ചിരുത്തിയേ? അല്ല ഇവന്റെ ഈ ഒരു പെരുമാറ്റം കൊണ്ടാണല്ലോ ഇവനിപ്പോ കാലും സെറ്റായ. ഓണത്തിന് എങ്ങനെ സാധാരണ ഓണത്തിന്റെ പരിപാടികൾ തന്നെ പറ. ഓട്ടം തുള്ളൽ എന്തെങ്കിലും പരിപാടി ഉണ്ടല്ലോ. ചട്ടി പൊട്ടിക്കൽ. ഫുഡാ അല്ലടാ മാമന, നിന്നോടെ കുക്കായിട്ടല്ലേ ഞാൻ വിളിച്ചിന്. നീ സദ്യ ഉണ്ടാക്കിയ? സദ്യ എടുത്തു. നെയ്ച്ചോറും ബീഫ് കറിയും. ഓണത്തിന് നെയ്ച്ചോറും ബീഫ് കറിയും.
കച്ചമ്പർ അച്ചാറുണ്ട് കൊറേ എന്റെ പൊന്നു പ്രാന്ത എല്ലാ മാസവും കറക്റ്റ് കൃത്യമായിട്ട് ശമ്പളം വാങ്ങുന്നുണ്ട് കുക്ക്. ഇതുവരെ മര്യാദക്ക് ആവശ്യമുള്ള കുക്ക് ചെയ്ത് തന്നിട്ടില്ല. കാലെല്ലാം കയറ്റി വെക്കുന്നത്. ഓക്കെ പറ ചാറ്റ് പറ. എന്താ ഓണത്തിന് ഗൂഗിൾ പേ മമ്മൂനെ ഒന്ന് കളിക്കാൻ തരുമോ? കിടിലം സോറി ദേവലാതിരിക്കുന്ന പയ്യന്മാരെ പറ്റി ഉമ്മിത്തരം പറയുന്നടാ. സൈക്കോക്കള ഇവനെനക്കറിയാം. ഇവൻ കഴപ്പ് കയറി ഇരുത്തണം. ഇവനെനക്ക് നന്നായിട്ട് അറിയാം. ഇവനെപ്പോ ഇങ്ങനത്തെ വർത്താനം വന്നിട്ട് പറയുന്നവനാ. ദേവേന്ദ്ര, ദേവലോകത്ത് രംഭ, തിലോത്തമ, മേനക, ഉർവശി എന്ന് പറയുന്ന ഈ നൃത്തങ്ങളുണ്ടല്ലോ, അവരാരെങ്കിലും വേണം വിട്ടുകൊടുക്കാന്ന് പറയും. ഇവനെ കൊടുക്കൂലെന്ന് പറഞ്ഞു. എടാ എന്റെ ചെക്കനെ കുറിച്ച് ഊമ്പിത്തരം പറഞ്ഞിട്ടല്ല മുത്ത എന്റെ സ്വഭാവം മാറും. രാജനാന്ന് ഇവിടെ ഇരിക്കുന്നത്, അത് ആലോചിക്കണം. എവിടെ രാജനോട്? ഇത് മഹാരാജൻ, മഹാരാജൻ, ദേവേന്ദ്രൻ, രാജരാജൻ, രാജരാജ ചോളൻ. IRL പോണോ? എടാ IRL ഞാൻ ചിന്തിച്ചില്ല, ക്യാമറമാൻ ഇല്ല. IRL പോണോ? ജസ്റ്റിൻ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. തൃശ്ശൂരിന്ന് വിളിച്ചു വരുത്തണോ? ഓണം എന്ന് പറഞ്ഞ നാട്ടിൽ പോയിട്ടാ ഉള്ളത്. ലോട്ട IRL മമ്മു വെളിവിടുന്നു. നമുക്ക് ഇതെടുക്കാം, വീഡിയോ എടുക്കാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ടില്ലേ ഞാൻ പറ്റി ഈ സ്ട്രീം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പാർട്ടിക്ക് പോവാ. മനസ്സിലാ? ഈ വേസ്റ്റിൽ പോവാ. സീനില്ല, നമുക്ക് വീഡിയോ എടുത്ത് വ്ളോഗ് പോലെ എന്തെങ്കിലും എടുത്തോ. അങ്ങനെ ചെയ്യാ. നീ ഇങ്ങനെ പറഞ്ഞ അല്ലാ ഇവനെ ഇങ്ങനെ പുറത്ത് കണ്ട അന്നെ പിടിച്ചോണ്ട് പോകും. സത്യം തന്നെ പിടിച്ചോണ്ട് പോകും. നീ എന്തായാലും പെണ്ണാന്ന് ഒരു 90% ഒരു പെണ്ണാന്ന് അതിനെ പറയും കണ്ടാലോ. ക്യാഷ് ഗിവ് അവേ. ഓണത്തിന് ഓക്കെ, ഓണത്തിന് ഗിവ് അവേ ആക്കിയാലോ? നമുക്ക് പണം വാരിക്കോരി കൊടുക്കാം. പണമാണല്ലോ. ഒരു മിനിറ്റ്. എങ്ങനെ എന്താ പറ. ചാറ്റ് പറയുന്ന പറ. ലൊട്ട IRL ക്യാമറമാൻ നോക്കട്ടെ ലാസ്റ്റ് നോക്കട്ടെ. പണം എങ്ങനെ ചെലവാകണമെന്ന് പറയും. ഇവിടെ നമ്മളെ പഴയ ക്യാമറമാൻ ഉണ്ട്. പണ്ട് നമ്മൾ ഒന്നിച്ചുണ്ടായ മുന്നു ഞാനുള്ളപ്പോ ഉണ്ടായ ഒരുത്തനല്ലേ, ഓർമ്മ ഉണ്ട്? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? തൻസി എന്ന് പറഞ്ഞിട്ട് ഇവൻ കൊറേ കാലം. ഓക്കെ അത് ചെയ്യാം. അതെയാ എടാ ഇത് പറ. സിംഗിങ് കോമ്പറ്റീഷൻ ഓക്കെ. ഓണത്തിന് വേറെ പരിപാടികളുണ്ട്. ഓണത്തിന് സാധാരണ ചെയ്യുന്ന ഞാൻ ഇതുവരെ ഓണ പരിപാടികൾക്കൊന്നും പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ പറ എന്തെല്ലാം ഈ ചട്ടി പൊട്ടിക്കല് ഇങ്ങനത്തെ പരിപാടികളില്ല, അതിനെ കുറിച്ചെല്ലാം പറ. അല്ല അങ്ങനത്തെ സ്പൂണ്, ലെമണേൻ സ്പൂണ്. സുന്ദരി ഇല്ലാലോ ഇവിടെ. സുന്ദരി ആരാളെ? ഇവനെ പറ്റി ഇവന് പൊട്ടോട്ടാലോ? ഇവൻ എവിടെ പൊട്ടോടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അവിടെ സുന്ദരന്റെ കുണ്ടിക്ക് പൊട്ടോടെ. അതെങ്ങനെയുണ്ട്? മ്യൂസിക്കൽ ചെയർ. അതെ. കസേര കളി. വടംവലിക്കെല്ലാം കയറെല്ലാം മാടാ. ഇത് അതും ആൾക്കാരെ കെട്ടിക്കൊണ്ടു പോകാനുള്ള പഴയ കാലിന്റെ കയറാ. കാലം തൂക്കിക്കൊല്ലുന്ന കയറെ കൊണ്ട് വടംവലിക്കാൻ പറ്റുമോ? വേറെ വഴിയില്ല. നമുക്ക് തൽക്കാലം വാടക എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. കാല കുറച്ച് സമയത്തേക്ക് ഓക്കെ. വടംവലി വേറെ BGM. എടാ BGM എടാ ഓണാടാ വന്നിട്ട് ഗെയിം കളിക്കാൻ പറയല്ലേ. അടുത്ത പറ. ഓണം വന്നല്ലോ ഊഞ്ഞാലാടല്ലോ കോടികളെടുത്തല്ലോ ചാടി മറിഞ്ഞല്ലോ. വിക്കി സിംഗർ സോങ് പറയുന്നുണ്ട്. ഓക്കെ വിക്കി പാട്ടോട് ബീറ്റ് ഇടണോ? ബീറ്റ് ഇട്ടാലോ? ഏത് ബീറ്റ് ഇട്ട് എന്ത് പാട്ടാണ് ഞാൻ പാടേണ്ടത്? എന്താ തെറിപ്പാട്ട് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മള് തെറിയ അങ്ങനെ ഒഴിവാക്കും കേട്ടോ. നമ്മള് വിചാരിക്കില്ല ഓണം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തരത്തിൽ പോലും ഊമ്പിത്തരങ്ങൾ നമ്മൾ പറയാൻ പാടില്ല.
എടുത്താ. വേറെന്താ പറ. എടാ ഡെലിവറി ബോയ്ക്ക് ടിപ്പ് ചെയ്താലോ? എന്താ പറയുന്നത്? സദ്യ ഓർഡർ ചെയ്തിട്ട് ഡെലിവറി ബോയുടെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓണമായിട്ട് അവർ ഓടുകയാണ്. അവര് നമ്മൾ ഇന്ന് എപ്പോ ഫുഡ് ഓർഡർ ചെയ്തപ്പോഴും അവര് വന്ന് തരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഉച്ചക്ക് നമ്മള് സദ്യ ഓർഡർ ചെയ്ത് അതെ. അപ്പൊ ഇവരെ കാര്യല്ലേ? ഇവര് ഓണമായിട്ട് കിടന്ന് ഓടേണ്ട അവസ്ഥ. ഷവർമ്മ കിട്ടിയില്ല. ഓണം സദ്യ ഓർഡർ കൊടുത്തിട്ടുണ്ട് ആണോ? നമുക്ക് സദ്യ ഓർഡർ ചെയ്യാം. അഭിജിത് ഷാജി ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. എല്ലാരും ഈ കോസ്റ്റ്യൂമിൽ അത് ആദ്യം നമ്മൾ ക്യാമറമാനെ വിളിച്ച് സെറ്റാക്കണ ഇതല്ലേ? ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ഇപ്പൊ ലൈവിൽ കയറുന്ന നിങ്ങളാ നേരത്തെ പറയുമ്പോ ഞാൻ ചിന്തിക്കുന്നത് ഇതേ കോസ്റ്റ്യൂമിൽ പുറത്തുപോയ സീനായിരിക്കുമല്ലേ? എപ്പോ പറഞ്ഞേ? എപ്പോ? ഇന്നോ? മുന്നേ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വിളിച്ചു വരുത്തൂലേ? കോൾ ഈഗിൾ ഓക്കെ ഈഗിൾ വിളിച്ചോക്കാം. ആടാ ഈഗിളിന്റെ നാട്ടിലാകുമ്പോ കിട്ടൂലടാ. പുറത്തെ ഫേസ് ടൈം ഞാൻ കിട്ടൂല. ഈഗിള് പുറത്തെ, ഈഗിള് ദുബൈയില്. വേറെ ആൾ പറ. ആ പാട്ടോട് വാമന പാട്ടോട് നോക്കട്ടെ. ഇർഫാൻ അബൂബക്കർ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. വിക്കി മമ്മന്റെ എമുലേക്ക് ഒരു കടി കൊടുക്കും. ഇവര് ഇതല്ലാണ്ട് ഇങ്ങനെ അല്ലാണ്ട് വേറെ ഒന്നും പറയുന്നില്ല ഇവര്. നമ്മള് എന്താ ഓണപരിപാടികൾ പറഞ്ഞാൽ അത് ചെയ്യാം. ഓക്കെ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കാലിനാണ് കേട്ടോ സംസാരിക്കുന്നത്. പിരമിഡ് കല്ല് ഗിവ്. ഓ എടാ ഞാൻ പിരമിഡിന്ന് കല്ല് കൊണ്ടതിനടാ. കല്ല് വേണോ എനിക്ക്? പിരമിഡിൽ നിന്നുള്ള കല്ല് ഇന്ന് നിങ്ങളെല്ലാവരും. എനിക്ക് കല്ല് ഭയങ്കര. ഞാൻ കല്ല് ഡീലറാണ് ഇപ്പോ. ആണോ? അല്ലെങ്കിൽ കല്ലുണ്ട്, ഞാൻ കല്ല് കൊടുക്കാൻ പോയത്. ആണോ? കല്ലിന് ഭയങ്കര പിടിപാടാണ് ഈ ഒരു കാലഘട്ടത്തിൽ. കാര്യം സൂക്ഷിക്കണല്ലേ? എല്ലാവരും സൂക്ഷിക്കുക. അതായത് പിരമിഡിലെ കല്ലുകളാണ് കേട്ടോ. സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പ്രായം വളരെ ചെറിയ പ്രായമാണ്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കാനായിട്ടുണ്ട്. നമ്മുടെ സന്തോഷങ്ങൾ വളരെ വലുതാണ് പുറത്ത്, എന്നാൽ അകത്ത് അത്ര വലിയ സോറി കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം ഇമാതിരി പൂറ്റിത്തരം പറയുന്ന മാവേലിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ കേരളം നന്നാവുകയല്ല. ഓർഡർ ചെയ്ത ഓർഡർ ചെയ്ത സദ്യ പായസം ഓർഡർ ചെയ്താലോ? പായസം മഹാരാജാവേ, ഞാനൊരു പാട്ട് പാടിക്കോട്ടെ? ആ പാട്ട് പാടിയാലും മാമനൻ മഹാരാജാ. എന്തെങ്കിലും ഓർഡർ ചെയ്യും. പായസം, സദ്യ, ഫ്രൂട്ട്സ് എന്തെങ്കിലും ഓർഡർ ചെയ്യും. ഡെലിവറി വേണേ എത്തിക്ക്. ആരാ വരുന്നത് നോക്കാം. ഓക്കെ, എത്ര ടിപ്പ് കൊടുക്കും? ചാറ്റ് പറ. എത്ര കൊടുക്കും? ഓണക്കൈ നീട്ടം തൊട്ട് നമുക്ക് കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് എത്ര കൊടുത്തേ? 2000. ലാസ്റ്റ് 2000 കൊടുത്തേ. എത്ര കൊടുക്കണം? ചാറ്റ് പറ. കോൾ സായിപ്പ് ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. പറ എത്ര കൊടുക്കണം? പാട്ട് പാടണം. ആ പാട്ട് പാടും. വൈഷ്ണവ് കെവി ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. 702,59,670 ഫോൺ നമ്പർ PLS. ഫോൺ നമ്പർ PLS എന്താണ് ഇവെല്ലാം പറയുന്നത്? 5000, 10,000, 10 ലാഖ്. എന്താ ടിപ്പ് കൊടുക്കുന്ന ആരാ പറയുന്നത്? മഹാരാജാവേ, 5K നല്ല കൂടുതൽ കാണുന്ന രാജാവേ. 5K ആ ഫോണിന്ന് തരുമോ? 5K 10K എന്തിനാ നോക്കി പാടാൻ? ഏതോട്ടാ പാടുന്നത്? അടിപൊളി പാട്ട്. ഓക്കെ, വാപ്പനെ നമുക്ക് വേണ്ടൊരു ഗാനം ആലപിക്കാൻ പോവുകയാണ്. ഇതിൽ എവിടെയാണ് മഹാരാജാവേ? ഇതിൽ എന്താണ് മാമന് വേണ്ടത്? ഗൂഗിൾ. യൂട്യൂബ് അല്ലേ? യൂട്യൂബ് വേണ്ട, ഗൂഗിൾ ഇവിടെയാണ് മാമന. മഹാരാജാവേ, വേറെ ഒന്നും തുറക്കാൻ പാടില്ല. മാമന് കുറച്ച് കടി കൂടുതലാണെന്ന് എനിക്കറിയാം. സൂക്ഷിച്ച് ഉപയോഗിക്കുക. 5K ആണ് കൂടുതലും പറയുന്നത്. ഓക്കെ, 10K ചില ആൾ 10K പറയുന്നുണ്ട്. അത്ര കൊടുക്കും. ചാറ്റ് പറ. ഓക്കെ, എടാ ഓർഡർ ചെയ്താ? എത്ര മിനിറ്റ് നോക്കട്ടെ. ആരാ ഓർഡർ ചെയ്ത ആളാരാ നോക്കട്ടെ. ഓക്കെ, ആ പൈസ എടുക്കട്ടെ. മഹാരാജാവേ, ഞാൻ പാട്ട് പാടട്ടെ? അവിടെ പേര് കാണിക്കുന്നില്ല.
റാൻഡം ആയിട്ട് ആരാ വരുന്നത് നമുക്ക് ഒരു ഐഡിയയില്ല. ഓക്കെ, ഇതിൽ പേര് കാണിക്കുന്നില്ല. അറൈവിംഗ് ഇൻ 7 minutes എന്ന് മാത്രം കാണിക്കുന്നു. Location? 7 minutes. പുതിയ വീടാടാ. എടാ മയിലേ, ലൊക്കേഷൻ പോയാ ഉണ്ടടാ, കയറി കാണിക്കുന്നുണ്ടടാ. എടാ ഇനി വീടും വീട് മാറെന്ന് പറഞ്ഞ എത്ര കാലം കഷ്ടപ്പെട്ട് കൊറേ തപ്പിനാടി വീട് കിട്ടിയ എനിക്ക്. ത്രൂ ഗൂഗിൾ പേ കൈനീട്ടമായിട്ട് ഞാൻ ഇതുവരെ പേ ചെയ്ത് എല്ലാം തിരിച്ചതാ. നായിന്റെ മോനെ ലൊക്കേഷൻ ലീക്ക്. ഇനി അല്ലാത്ത ആളെ എന്റെ കയ്യിൽ തരുകൂടാ. അതെ ഞാൻ പൊട്ടാൻ നിനക്ക് അറിയില്ലേ? എന്തിനാ കൈമത്താതിന് അറിയാം. മഹാരാജാവേ കരയാതിരിക്കൂ. പണ്ടൊരു നാട്ടിൽ മാവിൽ തമ്പുരാൻ കുണ്ടറ വഴിയെ പോയപ്പോൾ കണ്ടവരാദികളെല്ലാം മാവിൽ തമ്പുരാൻ തൊക്ക് നടക്കുന്നത് നായിന്റെ മോയിട്ടാണ്. എന്നാലും ലൊക്കേഷന് കണ്ടിന് മറ്റേ ഫോണല്ലോ അവിടെ. ഓക്കെ പോട്ടെ 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 പോട്ടെ. പാടിക്കോട്ടെ. വീട് മാറ ഇനി എന്താക്കണ്ടേ? ആ പാട്ട് എന്തെങ്കിലും മുമ്പ് കലാസ്നേഹികൾ എന്തോ? വിളിച്ചാ? ഈ ഒരു ആരവിടെ? ഓണത്തിന് വേണ്ടിയായി ഞാൻ നല്ലൊരു ഗാനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ മാമനിന് വേണ്ടി എല്ലാവരും അനുഗ്രഹിക്കണം. അസ്സലാമു അലൈക്കും. മാണിക്യമല്ലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്ന ഇത് നബിദിന പരിപാടിയല്ല, ഓണപരിപാടിയാണ്. വിലസിടുന്ന വേറെപ്പാട് ഈ മദ്രസ പൊട്ടൻ ഇങ്ങനെ തന്നെ ആയിപ്പോയി തോന്നി. ഹാത്തിമുന്നബിയെ വിളിച്ച് കച്ചവടത്തിനച്ച് കല്യാണോലനക്കായി ബീവി തൂനിഞ്ഞു ബീവി തൂനിഞ്ഞു മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടുന്നോളെ വിലസിടുന്നോളെ കച്ചവടം കൊണ്ടുപോയവനാ കൊണ്ടുപോ കടം കൊണ്ടുപോ. ഓക്കെ 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 ഓണാഘോഷത്തിലേക്ക് സോറി നമ്മള് പെട്ടെന്ന് വൈബ് മാറി നമ്മള് കോയ വൈബിലേക്ക് തിരിച്ചു പോയിപ്പോയി. മദ്രസ പൊട്ടന്മാരായി പോയി. സോറി മൈ അപ്പോളജീസ്. ഓക്കെ നമുക്ക് ഓണപരിപാടിയിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ നമുക്ക് ഓണപ്പാട്ടുകൾ പാടിയാലോ? എന്താ പറയുക? കരോക്കെ ഇടാം. ആ പാട്ടിന് പേരെന്താ? അത് ഏതെങ്കിലും അന്ന് ഓണപ്പാട്ടിന് പാടുന്നുണ്ടോ? ഏതെങ്കിലും പഴയ പാട്ട് പാടാം നമുക്ക്. കരോക്കെ ഇടാം. പറ വിക്കി പാടാം. വിക്കിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടാം. സത്യം ഇതാണോ? ഇതെനിക്കറിയാം. ഈ പാട്ടം അറിയാം. എടാ നിനക്ക് ഡെലിവറി വന്നാ സമയത്ത് എത്ര സമയമുണ്ട്? അവിടെ ഡെലിവറി പോയി നമുക്ക് ഇതാക്കണ്ടേ? നമുക്ക് ഡെലിവറി പോയി നമുക്ക് ഇതാക്കണ്ടേ? സർപ്രൈസ് ചെയ്യണ്ടേ? നിനക്ക് പാട്ട് പിന്നോടോ നിക്ക് എടാ എത്രയും കൊടുക്കുക? എത്ര നേരത്തെ പറഞ്ഞ? 5000 10,000 10,000 കൊടുക്കുക. ഓക്കെ 10,000 രൂപയാണ് നമ്മളെന്നാ ഡെലിവറി ബോയ്ക്ക് കൊടുക്കുന്നത്. ഈ ഒരു എമൗണ്ട് തൊഴിലെടുക്കുന്ന ഓണ സമയത്ത് പോലും തൊഴിൽ ചെയ്യുന്ന എല്ലാ ഇതെന്താണിത്? മാറാ വാമനൻ
മാമനെ കുണ്ടി കവച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ കണ്ടായിരുന്നു. ഒഫീഷ്യലായിട്ട് ഞാൻ പറയാം, നമ്മുടെ ഡെലിവറി ബോയ്ക്ക് കൊടുക്കാൻ പോകുന്നത് 10,000 രൂപ. ഇതെന്താണ് ഒഫീഷ്യൽ ആക്കാൻ? ഇതെന്താണ്? ഇത് സാധാ കാര്യം അച്ഛന്മാർ എന്റെ ഫണ്ടിൽ നിന്ന്, അതായത് മഹാരാജൻ മഹാബലി ദാനം കൊടുത്ത് പണ്ടാറടങ്ങിയിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ദേവേന്ദ്രൻ എന്നോട് ലോൺ എടുത്തിരിക്കുന്നത് 10,000 രൂപ ഇപ്പൊ കൊടുക്കാൻ പോവാണ്. ആള് കളിക്കണം മക്കളെ, ആള് ഗൈസ്, ഒരാൾക്ക് കൊടുക്കണല്ലേ രണ്ടാൾക്ക് കൊടുക്കണം? എങ്ങനെയാ? എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ രണ്ടുപേരെ സന്തോഷിപ്പിക്കാം. അതിന് കൊറേ സമയം എടുക്കും. അത് സമയം എടുക്കണോണ്ട് കുഴപ്പമില്ല. നമുക്ക് ഒരാൾക്ക് കൊടുക്കാം അല്ലെ? ത്രിലോകപുരിയിലെ Let's go. We got a tip a delivery boy 10,000 rupees. Let's go. ഞാൻ പോയി ഡ്രസ് മാറിയിട്ട് വരാം. എന്തിന്? ഡെലിവറി പോയി. കാര്യം ഞാൻ ചവിട്ടി ഒഴിവാക്കും മിക്കവാറും. അമീൻ ആദ്യമായിട്ട് നല്ലൊരു കാര്യം പറഞ്ഞു. അമീന് നിന്റെ എത്തിയോ? വേണ്ട, രണ്ടാക്കണം. നമുക്ക് ഒരാൾക്ക് കൊടുക്കാം. നമുക്കില്ലേ ഇതല്ലെങ്കിൽ തന്നെ ഇത് വരാൻ പോകുന്ന ആരാ? ഒന്നാമത്തെ കാര്യം ഈ രണ്ടാക്കനെ കൂടെ വരാൻ പോകുന്ന ആരാന്ന് തന്നെ നമുക്കറിയില്ല. ചിലപ്പോൾ ഏതെങ്കിലും വയസ്സായ ആളായിരിക്കും, ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ലാത്ത ആളായിരിക്കും. മനസ്സിലായി? എന്നെ കണ്ടാൽ തന്നെ ചിലപ്പോൾ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. മനസ്സിലാവും? തുപ്പാനുള്ള ഏത് കാർണർ മാറലുണ്ട് സീനാവും. മനസ്സിലാവും? നമുക്ക് അത്ര റിസ്ക് എടുക്കാം. നമുക്ക് ഒരാൾക്ക് കൊടുക്കാം, അതാ നല്ലത്. ഇപ്പൊ ഒരാൾ ശരിയായില്ല, അടുത്ത ആളെ വിളിച്ചാൽ അതിന്റെ അപ്പുറത്തെ ആളെ വിളിച്ചാൽ കുറെ ഇതെടുക്കൂടാ, കുറെ സമയം എടുക്കാം. നമുക്ക് ഒരാൾക്ക് കൊടുക്കാം. ഓക്കെ റെഡി? എടാ വന്നാ എങ്ങോട്ടോ? എടാ ചേർട്ട് കൊടുക്ക്. അച്ഛാ ഹലോ. എന്ത് ചേട്ടന്റെ പേര്? ജാബറോ? എന്നറിയോ? ഇവിടെ ലൈവ് നടന്നോണ്ടിരിക്കുക. ഞങ്ങൾ ഈ ഓണത്തിന്റെ എങ്ങനെ ഓട്ടം കഴിഞ്ഞ് അപ്പൊ ഇന്ന് പരിപാടി ഒന്നുമില്ല. ഇന്ന് നമ്മള് പൊളിക്ക് നിക്കാ. ഇന്ന് നമ്മളൊരു പൊളി പൊളിക്കും. എല്ലാരും മാവേലിയാ. ഇത് ഇന്ദ്രൻസ് ആണ്. ഇന്ദ്രൻ ഇത് മാവേലി. ഇത് എടാ ഇത്ര പെട്ടെന്ന് ആള് വരുമെന്ന് ഞാൻ വിചാരിച്ചു. സ്ക്രിപ്റ്റ് എടാ ജാവർക്ക നിങ്ങൾ തന്നെ പറയാം, ഇത് സ്ക്രിപ്റ്റ് ആണോ അല്ലയോ? നിങ്ങളെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്റെ ജീവിതത്തിൽ ആളെ കണ്ടിട്ടില്ല. ഇപ്പഴമ്മ ഓർഡർ ചെയ്തപ്പോ വന്നതാ. ഇപ്പൊ ഓർഡർ ചെയ്ത വന്നത് സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്ന നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ജാബർക്ക കയറി വന്നിരിക്കുകയാണ്. നമുക്ക് സാധനം ആടാ കാണിച്ചു കൊടുക്കണം. ഓർഡർ കാണിച്ചു കൊടുക്കുക. ഓർഡറിൽ എന്തായാലും നമുക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഓക്കെ. അപ്പൊ ജാബർക്ക എവിടെ സ്ഥലം? മലപ്പുറം. ഓ അപ്പൊ ഇവിടെ കൊച്ചിയിൽ വന്ന് താമസിക്കുന്ന ഇവിടെ സ്വിഗ്ഗി ഓടുന്നത്. ഇതോട് വാമനായ് ഇതാണ് ലൊക്കേഷൻ. കണ്ട ചങ്ങമ്പുഴ നഗരം. വാമന എന്താ മൈക്ക് ഇട്ടിട്ടാ വർത്താനം പറയുന്നത്? വാമന അതിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നതല്ല ഇവിടെ ലൈവിൽ കേക്കാം. എന്താ ഇതിൽ കാണിക്കുന്നതാണോ? ലൊക്കേഷൻ. അതെ. അയ്യോ ലൊക്കേഷൻ കാണും. ഒരു മിനിറ്റ്, ലൊക്കേഷൻ ഇല്ലാണ്ട് ഞാൻ കാണിക്കാം. അതെ ജാബർ ഉള്ളാടൻ എന്താ വീട്ടുകാരാ? എന്നിട്ട് ജാബർക്ക് അമ്മന്ന് പൊളിക്കല്ലേ? എന്താ അഭിപ്രായം? മൈക്ക് കൊടുക്ക. ജാബർക്കാക്ക് മൈക്ക് കൊടുക്കണം. ഇത് പിടിച്ചാ ഫാമിലി മാനാ? അടിച്ചോളിയൊന്നുമില്ല. 4 പിള്ളേരാ? അവർക്കാ കാണാറുണ്ട്. സമയം വളരെ കുറവാന്നല്ലേ അവർക്കൊക്കെ? സമയം കുറവല്ല, അത് മനസ്സിലായി. മലപ്പുറത്താടാ? മലപ്പുറം വേങ്ങര അറിയാം. എന്തോ പറയുന്നുണ്ടാരോ? ഇല്ല പൊത്തിപ്പടി അടില്ല. എന്തെല്ലോ പറയുന്നത് ഓനെ വിശ്വസിക്കാൻ പറ്റില്ല. ഓന്റെ പേര് തന്നെ ഉണ്ടോ കള്ളനാ? ഓനെ വിശ്വസിക്കാൻ പറ്റില്ല. ഓൻ ലൊക്കേഷൻ പലതും പറയും. സൂര്യാസ് കിച്ചൺ പട്ടി. ഓക്കെ. അപ്പൊ ജാവർക്ക ഇന്ന് ഓണത്തിന് നമ്മളൊരു സന്തോഷത്തിന് ജാവർക്കാക്ക് 10,000 രൂപ ടിപ്പ് തരാൻ പോയോ? ശരിക്കും
ഇതെന്താ കയ്യെല്ലാം വിട്ട് നമ്മളെന്താ ഇവിടെ പാട്ട് മത്സരോ? പിന്നെ ഈ ഓണത്തിന് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരേ ഒരു ഗിഫ്റ്റ് അതാ, നിങ്ങൾ എന്താണ് ഏതാണെന്ന് അറിയാമല്ല, കോൺടാക്ട് ചെയ്യണം. നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്. നിങ്ങൾ ഈ ഒരു ദിവസം ഓണമായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അതാ 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 ഓണത്തിന് ഓഫ് എടുക്കാണ്ട് ജോലി ചെയ്തിട്ട് ജാവർക്ക നിങ്ങളെ പിള്ളേരും നിങ്ങളെ നോക്കുമ്പോ ഇട്ടാ നിങ്ങള് എടാ WK എവിടെ താമസിക്കുന്നത്? എല്ലാരും WK അച്ഛ തന്ത വൈബ്. പിന്നെ ജാവർക്കാക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ജാവർക്കാക്ക് എന്താ സ്ട്രീമിൽ ആൾക്കാരോട് എന്താ പറയാ? ലൈവ് ഇപ്പൊ തുടങ്ങിയ ഇപ്പൊ തുടങ്ങിയുള്ളൂ. എന്താ പറയാനുള്ളത്? എന്തേലും ഹാപ്പി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ജാവർക്കാക്ക് ഇവിടെ ഇരിക്കുന്ന അൺകംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ജാവർക്കാരുടെ മുഖം കണ്ടിട്ട് ജാവർക്ക് പോയിക്കോട്ടെ അല്ല അല്ല ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല, സീനൊന്നുമില്ല അല്ലേ? ഓക്കെ 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 ഓക്കെ.